എടാ, അവളെ പറ്റി നിനക്ക് എന്ത് തോന്നുന്നു? ആരെ പറ്റി? ആ, നമ്മുടെ പുതിയ താരം പ്രമീള. ശരീര സൗന്ദര്യത്തെക്കാൾ മറ്റെന്തോ സിദ്ധിവിശേഷം അവൾക്കുള്ളതായി തോന്നിപ്പോകുന്നു. യു ആർ കറക്റ്റ്. എന്തോ ഒരു ഇതുണ്ടവക്ക്. എന്താണെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയാം. ഒരു ഉൾനാടൻ പെൺകിടാവിന്റെ ലാവണ്യം, സ്ത്രീത്വത്തിന്റെ ശാലീനത പരിവേഷം ചാർത്തുന്ന മുഖം, കവിതയൂറുന്ന കണ്ണുകൾ, എല്ലാറ്റിനും ഉപരിയായി ഒരു വിഷാദ ഛായ. ഹായ് ഹായ്, ചുമ്മാ നല്ല ആളുകൾ തന്നെ കവിയെന്ന് വിളിക്കുന്നത്. എന്താ രണ്ടുപേരും കടലിലേക്ക് നോക്കി ധ്യാനിച്ചിരിക്കുന്ന കണ്ടല്ലോ. തിര എണ്ണുകയായിരുന്നു പ്രമീളെ. ദിവസവും ഇവിടെ വന്നിരുന്നു തിര എണ്ണു, അല്ലാതെ വേറെ എന്തോ ചെയ്യാനാ? ആ, പ്രമീളയുടെ കൂട്ടുകാരിയെ പരിചയപ്പെട്ടില്ലല്ലോ. ഐ എം സോറി. ഇവൾ മീര, സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ടീച്ചറാ. പോരെങ്കിൽ നല്ലൊരു പാട്ടുകാരിയും. മീരയുടെ 4-5 പാട്ടുകൾ റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഹാ, നേരോ? എങ്കിലിനി വല്ലപ്പോഴും നല്ല പാട്ടുകളൊക്കെ കേൾക്കാമല്ലോ. ആട്ടെ, ഒരു സംശയം. നിങ്ങൾ സംഘം ചേർന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഞങ്ങളെപ്പറ്റി എന്തോ കമന്റ് പാസ്സാക്കിയതാണ് അല്ലേ? അത് ഈ മീര ഒരു കുസൃതിക്കാരിയാ. വല്ലതൊക്കെ വിളിച്ചു പറയും. ആ, പറയുന്നേ. ഞങ്ങളെപ്പറ്റിയാണെങ്കിൽ കേൾക്കാൻ രസം ഉണ്ടാവുമല്ലോ. പറയണം. മറ്റൊന്നുമില്ല, നിങ്ങളെ കണ്ടാൽ ശ്രീരാമനും ലക്ഷ്മണനും പോലെ ഉണ്ടെന്ന്. രാമനും ലക്ഷ്മണനോ? ഞങ്ങളോ? ഏതായാലും മീരയ്ക്ക് നല്ല നർമ്മബോധമുണ്ട്. കൂട്ടുകാരെ ഞങ്ങളെ വിളിക്കുന്നത് മല്ലനും മാധവനും ഒന്നാ. അതിലൊക്കെ എത്രയോ ഭേദമായത്. ഇനി ഒരു സീതയുടെ കുറവേ ഉള്ളൂ. ഞാൻ തമാശന് പറഞ്ഞതാ. അയ്യോ, ഞാനും തമാശ പറഞ്ഞതാ. കുറെ നേരമല്ലേ നിൽക്കുന്നു. ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കണം.